ക്രോക്രോച്ച് എന്ന പേരിൽ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് യുവത്വം നീങ്ങുന്നു. ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിവിധ രീതിയിൽ പ്രതികരിക്കുന്നു. എന്നാൽ ഈ ക്രോക്രോച്ച് മൂവ്മെൻറ്റും ഇന്ത്യ മഹാരാജ്യത്ത് എന്തുകൊണ്ടാണ് ഇന്ന് നിലനിൽക്കുന്ന ഈ സംവിധാനം ഉണ്ടായത് എന്നും അത് എങ്ങനെ മാറ്റിയെടുക്കാമെന്നും പറയുന്നില്ല എന്നതാണ് വ്യക്തത. ആം ആദ്മി പാർട്ടി കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ രൂപീകരിച്ചപ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ. കൃത്യമായ രാഷ്ട്രീയ വീക്ഷണമില്ലാതെ, കൃത്യമായ പഠനമില്ലാതെ, രാജ്യത്ത് ഇന്നലകളിൽ സംഭവിച്ച പരാജയങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാതെ ഒരു രാഷ്ട്രീയ കക്ഷികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും ഒരു രാഷ്ട്രത്തിന് വികാസം പ്രാപിക്കാൻ കഴിയില്ല എന്നുമുള്ള പ്രാഥമിക തത്വം ഇവരൊക്കെ തന്നെ മറന്നു പോകുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യനീതി ലഭ്യമാകുകയും എല്ലാ വിഭാഗം ജനങ്ങളും രാജ്യത്തിൻ്റെ ഭാഗമാകുകയും ചെയ്തെങ്കിൽ മാത്രമേ രാഷ്ട്രം സമ്പൂർണ്ണ ജനാധിപത്യത്തിലേക്ക് എത്തപ്പെട്ടു എന്ന് നമുക്ക് വിവക്ഷിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ 70 വർഷങ്ങൾ പിന്നിടുന്ന ഭാരതത്തിൻ്റെ ഭരണ ചരിത്രത്തിൽ ഇന്നും ഭൂരിപക്ഷം വരുന്ന ജനതയെ പട്ടികജാതി എന്നും പിന്നോക്കമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തുന്ന ഭരണ സംവിധാനമാണ് നിലവിലുള്ളത്. മാറ്റി നിർത്തപ്പെട്ട ജനതയ്ക്ക് അധികാരവും സമ്പത്തും വിദ്യാഭ്യാസവും തൊഴിലുമൊക്കെ നൽകുവാൻ വേണ്ട അടിസ്ഥാന നടപടിക്രമങ്ങൾ സ്വീകരിക്കുവാൻ ഭരണകൂടങ്ങൾ ശ്രമിക്കാതെയാണ് ഈ നാടകങ്ങൾ കളിക്കുന്നതെന്നും ഈ രാഷ്ട്രീയ പാർട്ടികൾ അന്നന്ന് കാണുന്നതിന് വേണ്ടി വായ്ത്താരി ഉയർത്തുന്നത് എന്നും നാം പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇത് അരാഷ്ട്രീയവാദമാണ്, അല്ലാതെ രാഷ്ട്രീയവാദമല്ല. ഒരു രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകൾ അല്ല എന്ന് നാം തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ രാജ്യത്ത് സംവരണം എന്ന വിഷയം ഇന്നും ഒരു വിഷയമാണ്. എന്തിനാണ് സംവരണം ഏർപ്പെടുത്തേണ്ടി വന്നത് എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കണം. സംവരണം ഏർപ്പെടുത്തേണ്ടി വന്നത് മാറ്റി നിർത്തപ്പെട്ടവരാരൊക്കെയാണോ അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് എന്ന സത്യം പോലും ഇത്തരക്കാർ മറന്നു പോവുകയാണ്. ഇന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് സംവരണമെന്ന് വരുത്തി തീർക്കുവാൻ ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും വളരെ ബുദ്ധിപരമായി ശ്രമിക്കുകയാണ്. അതിലൂടെ വീണ്ടും അടിമയുടമ സമ്പ്രദായം നിലനിർത്തിക്കൊണ്ട് സാമുദായികമായ ചേരിതിരിവ് വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ അടിമകളാക്കി എന്നും എക്കാലവും ഭരിക്കാമെന്ന വ്യാമോഹത്തിൽ ആണ് ഈ രാഷ്ട്രീയ മൂവ്മെൻറ്റുകളെല്ലാം തന്നെ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇത് തിരിച്ചറിയുവാനും ഇതിനെ കൃത്യമായി പ്രതിരോധിക്കുവാനും നമ്മൾക്ക് കഴിയേണ്ടത് അനിവാര്യതയാണ്. ഈ അനിവാര്യത നിറവേറ്റണമെങ്കിൽ നാം രാഷ്ട്രത്തെപ്പറ്റിയും രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനത്തെപ്പറ്റിയും ബോധമുള്ളവർ ആകണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.